ഹലോ, നമസ്കാരം കേട്ടോ. കേരളം കഴിഞ്ഞ 2 ദിവസമായി ചർച്ച ചെയ്യുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ ED റെയ്ഡാണ്. നമുക്കറിയാലോ, അവരുടെ കമ്പനി CMRL എന്നൊരു കമ്പനി, കരിമണൽ ഖനനമാണ്. അവർക്ക് ശശിധരൻ കർത്തായോ മറ്റോ ആണ് അതിൻ്റെ ഓണർ. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഏതാണ്ട് 48.4% പബ്ലിക് ഷെയർ ഉണ്ട്. പിന്നെ ഏതാണ്ട് ഒരു 10-13% പബ്ലിക് ഒരു ഗവൺമെൻറ് കമ്പനിക്കും അതിൽ കേരള സ്റ്റേറ്റിൻ്റെ ഏതൊരു കമ്പനിക്കും കൂടെ അതിനകത്ത് പങ്കുണ്ടെന്ന് പറയുന്നു. ബാക്കി ഈ ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഈ മുതലാളിയുടെ പണമായിരിക്കാനാണ് സാധ്യത. എന്തായാലും ആ കമ്പനി ഒരു 180 കോടി രൂപയോളം അനധികൃതമായിട്ടുള്ള പേയ്മെൻറ്റ് നടത്തിയതും ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഇൻകം ടാക്സ് ഒബ്ജക്ഷൻ നടത്തിയെന്ന് പറയുന്നു. ഈ ഇൻകം ടാക്സിൽ ചിലവായി കണക്കാക്കിയത് ആ പരിപാടി നടക്കില്ല, അതിനെല്ലാം ടാക്സ് അടക്കണമെന്ന് പറഞ്ഞതാണ്. അതിലൊരിടപാടാണ് നമ്മുടെ ഈ വീണ വിജയൻ 1,82,00,000 മറ്റോ അവരൊരു കരാറിലേർപ്പെട്ട്, എന്തോ ഒരു AMC എന്ന കരാറാണ് തോന്നുന്നു, അവിടുത്തെ മെയിൻ്റനൻസ് സിസ്റ്റം മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കരാറുണ്ടാക്കിയിരുന്നു എന്നും അതിനെല്ലാ മാസവും ഒരു തുക 5 ലക്ഷമോ മറ്റോ കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 1,30,00,000 പിന്നെ ഒരു 50 ലക്ഷം രൂപ ലോണായിട്ടൊരു NBFC ഉണ്ട് ഇദ്ദേഹത്തിന്, അതിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. ഈ 2 പണവും യഥാർത്ഥത്തിൽ അവിടെ ജോലി ചെയ്ത് വാങ്ങിയതല്ല എന്നും, ഒന്ന് കടമാണ് 50 ലക്ഷം, ബാക്കിയുള്ള 1,30,00,000 രൂപ പണിയെടുക്കാതെ അവിടേക്ക് ഒരു സർവീസും കൊടുക്കാതെ വാങ്ങി എന്നുള്ളതാണ് കേസ്. ഇൻകം ടാക്സ് ഓഫീസ്. അതുകൊണ്ട് അത് ചിലവായി കണക്കാക്കാൻ പറ്റില്ല എന്നും അതിന് നികുതി അടയ്ക്കണമെന്ന് ഈ കമ്പനിയോട് പറഞ്ഞതാണ് ഈ കേസിൻ്റെ ഒരു തുടക്കമുണ്ടാകുന്നത്. അത് പിന്നീട് SFIO ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ഷോൺ ജോർജ്, മാത്യു കുഴൽനാടൻ, അങ്ങനെയുള്ള പലരും ഇതിൽ ഇടപെടുകയും മുഖ്യമന്ത്രിയെ അന്ന് തന്നെ ഇതിൽ പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. അതൊക്കെ മാത്യു കുഴൽനാടന് സുപ്രീം കോടതി വരെ പോയിട്ട് അടി കിട്ടി പോകുന്ന കേസാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. അതിൻ്റെയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇത് പ്രതീക്ഷിച്ചതാണ്. എങ്ങനെയെങ്കിലും കൊടുക്കാതിരിക്കില്ല പിണറായി വിജയനെ എന്നുള്ള അവരുടെ ലക്ഷ്യം അതായിരുന്നു. ഈ വീണ വിജയനൊന്നും അല്ല ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്നൊക്കെ നമുക്ക് ഈ അരി ആഹാരം ഞെണ്ടുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ കുടുക്കിക്കഴിഞ്ഞാൽ അതോടുകൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും മാർക്സിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ അവസാനിക്കുമെന്നും അതുവഴി ഈ ഇന്ത്യയിലൊട്ടാകെ കമ്മ്യൂണിസം അവസാനിപ്പിക്കാൻ പറ്റും എന്നുള്ളത് ഏതോ ഒരു കക്ഷിക്ക് അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തിന് താല്പര്യമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് വഴി ഒരവസാനം കണ്ടെത്തുക, രണ്ടാമത് അതിൻ്റെ സമുന്നതനായ നേതാവിനെയും വകവരുത്തുക എന്നതായിരുന്നു ലക്ഷ്യം. അതാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് തോറ്റു നിൽക്കുകയാണ്, ക്ഷീണിതനായി നിൽക്കുകയാണ്. പാർട്ടിയിൽ നിന്ന് തന്നെ നല്ല എതിർപ്പ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ് കിടക്കുന്ന അല്ലെങ്കിൽ വീര്യം തകർന്നു കിടക്കുന്ന ആ മനുഷ്യൻ അവസാനത്തെ പൂട്ടുകൂട്ടാനായിട്ട് വന്ന വരവായിരുന്നു എന്ന്. പക്ഷേ പ്രതീക്ഷിച്ചതല്ല സംഭവിച്ചത്. ജനമാകെ ഇളകി തീർന്നു. അദ്ദേഹത്തിന് എതിർത്ത് അവർ പോലും കണ്ണൂർ തൊട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ റെയ്ഡ് നടക്കുന്ന കേന്ദ്രങ്ങളിൽ തടിച്ചുകൂടി. അതാണ് ഇവരെ ആകെപ്പെടുത്തി കളഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 7 മണിക്കൂർ ഒരേ സമയം എല്ലാ കേന്ദ്രങ്ങളിലും റെയ്ഡ് അവസാനിപ്പിക്കാനായിട്ട് എവിടെന്നെങ്കിലും നിർദ്ദേശം വന്നതിൻ്റെ വെളിച്ചത്തിലാവും അവരങ്ങ് നിർത്തി. അങ്ങനെ കണ്ണൂരിൽ നിന്നും ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താണ് അവർ പുറത്തു പോയത്. കോഴിക്കോട്ട് നിന്ന് റിയാസിൻ്റെ വീട്ടിൽ നിന്നും അതേ അനുഭവം ഉണ്ടായതായി നമ്മൾ കേട്ടു. പക്ഷേ തിരുവനന്തപുരത്ത് ഇപ്പം നമ്മുടെ ഈ വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് പല രേഖകളും കിട്ടിയത്, ഡിജിറ്റലായിട്ട് രേഖകൾ, ബാങ്ക് റെക്കോർഡുകൾ, അങ്ങനെ ഒരുപാട് തെളിവുകളൊക്കെ പിടിച്ചെടുത്തു എന്നാണ് ഈ പ്രസ് റിലീസിൽ നമ്മുടെ വീഡിയോൻ്റെ ആദ്യ ഭാഗത്ത് കാണിച്ചതിൽ അവർ പറയുന്നത്. നമ്മൾ ഞെട്ടിപ്പോകട്ടോ. 242 അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് 18 കോടിയോളം രൂപ ഫ്രീസ് ചെയ്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് റെയ്ഡ് നടന്നിരിക്കുന്നത് ഇവിടെയാണല്ലോ, വീണ വിജയൻ്റെ ആണല്ലോ. ഈ കഥ മുഴുവൻ പറഞ്ഞു വരുന്നത് വീണ വിജയനെ പറ്റി മാത്രമാണ്. ഈ വീണ വിജയൻ 180 കോടിയിൽ വാങ്ങിയിരിക്കുന്നത് ഏതാണ്ട് 1.86 crores ആണെന്നാണ് ഈ പ്രസ് റിലീസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴേ 242 അക്കൗണ്ടോ വീണ വിജയന്, നമ്മൾ അന്തം വിട്ടു പോകും. ഒരു മനുഷ്യന് 242 അക്കൗണ്ട് ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകള്, അതും 18 കോടി ബാലൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഒരു അക്കൗണ്ടിലപ്പോൾ ആവറേജ് എത്ര ബാലൻസ് വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പുറത്ത് വന്ന വേറൊരു വാർത്ത, HDFC ബാങ്കിൽ 1.5 ലക്ഷം രൂപയാണ് ഫ്രീസ് ചെയ്തത് എന്നുള്ളൊരു വാർത്തയും കേൾക്കുന്നുണ്ട്. പിന്നെ FD റെസീറ്റുകൾ പിടിച്ചു എന്ന് പറയുന്നു. എന്തായാലും മൊത്തത്തിൽ 18 കോടി ഫ്രീസ് ചെയ്ത് കളഞ്ഞിട്ട് ആരുടെ എന്ന്
ഈ റിപ്പോർട്ട്, ഈ പ്രസ് റിലീസിൽ ആര് പറയുന്നില്ല? ED പറയുന്നില്ല. ആരുടെ അക്കൗണ്ട് 242 അക്കൗണ്ട് ആരുടെ പേരിലാണ്, എത്ര തുകയാണെന്നൊന്നും പ്രത്യേകം പറയാണ്ട് ബ്ലാങ്ക് ആയിട്ട് പറയുകയാണ്. 242 അക്കൗണ്ടിൽ 18 പോയിന്റ് സംതിങ്, ഏതാണ്ട് 18 കോടി എന്ന് വെച്ചോളൂ, അത്രയും രൂപ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മൾ വിചാരിക്കുക എന്താണ്, വീണ വിജയന്റെ ഇത്രയും അക്കൗണ്ട് ഉണ്ട്, വീണ വിജയന്റെ 18 കോടി കണ്ടുകെട്ടി എന്നല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷെ അത് ഈ പ്രസ് റിലീസ് വായിച്ചാൽ വരികൾക്കിടയിൽ വായിക്കുമ്പോഴാണ് അതിലൊരു ക്ലാരിറ്റി കുറവുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക. യഥാർത്ഥത്തിൽ ED ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതേത് അക്കൗണ്ട്, ആരുടെ അക്കൗണ്ടിൽ എത്ര രൂപ ഫ്രീസ് ചെയ്തു എന്ന് പൊതുജനത്തിനോട്, പ്രസ് റിലീസ് എന്ന് പറയുന്ന പൊതുജനം അറിയാനാണല്ലോ, അത് പറയാനുള്ള ബാധ്യസ്ഥതയും കൂടെ ഉണ്ടല്ലോ. നമ്മൾ കേട്ടാൽ വീണ വിജയന്റെ 242 അക്കൗണ്ടിലെ 18 പോയിന്റ് സംതിങ് അക്കൗണ്ട് ബാലൻസ് തുക ഫ്രീസ് ചെയ്തു എന്നാണ്. അപ്പം നമ്മൾ ഞെട്ടിപ്പോകില്ലേ? അത് മുഖ്യമന്ത്രിയായിരുന്ന ഒരാളുടെ മകള് നമുക്ക് ഏതാണ്ട് അവരുടെ ഒരു ആസ്തിയെ പറ്റിയൊക്കെ അവരുടെ ബാലൻസ് ഷീറ്റിലൊക്കെ പറയുന്നുണ്ടാവുമല്ലോ. അപ്പം അതനുസരിച്ചിട്ട് ഇത്രയും തുകയൊക്കെ അവർ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു അഴിമതി നമ്മൾ മണക്കണമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവും. അതല്ല സത്യമെങ്കിൽ 242 അക്കൗണ്ടും അവരുടെ അല്ല എങ്കിൽ ED ഇതിനകത്ത് എന്തോ ഒരു തരം ഒരു ഒളിച്ചുകളി നടത്തുന്നില്ലേ എന്ന് സാധാരണക്കാരൻ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അരിയാഹാരം കഴിക്കുന്ന ആണല്ലോ മലയാളി എന്ന് പറഞ്ഞാൽ അരിയാഹാരം ഞെണ്ണുന്നവനാണല്ലോ മലയാളി എന്നുള്ളതുകൊണ്ട് ഒരു സംശയം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യമുണ്ട്, ഇതിനെപ്പറ്റി നമ്മുടെ മുഖ്യമന്ത്രിയോട് 12 13 തവണ ഈ പത്രലേഖകർ ചോദിച്ചപ്പോഴും മുഖ്യമന്ത്രി നവരസങ്ങൾ കാണിക്കാനുണ്ടായത്. അപ്പോൾ ഇന്ന് എന്തായാലും അദ്ദേഹം വളരെ ഹാപ്പിയായി, വളരെ സമർത്ഥമായി അതിന് മറുപടി പറഞ്ഞിരിക്കുന്നു. ഈ ED വന്ന് അവിടെ റെയ്ഡ് നടത്തുന്നതിൽ ഞങ്ങൾ UDFനും കോൺഗ്രസ്സുകാർക്കും എന്താണ് പങ്ക്? ഞങ്ങൾക്കിതിൽ കയ്യൊന്നുമില്ല. അവരുടെ ഡ്യൂട്ടി ചെയ്തു. അതിൽ അക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചുട്ടടി നിയമ നടപടി കിട്ടും എന്നുള്ളതും മുഖ്യമന്ത്രി നല്ല വെടിപ്പായിട്ടെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് പറയാനാണെങ്കിൽ കഴിഞ്ഞ ഡൽഹിയിൽ വെച്ച് തന്നെ പലവട്ടം കണ്ടപ്പോൾ, ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ, അല്ലെങ്കിൽ ഇന്നലെ കണ്ടപ്പോഴൊക്കെ ഈ മുഖ്യമന്ത്രിക്ക് അന്ന് പറയാമായിരുന്നു. ഇതെന്താണ് അന്വേഷിച്ചറിയാൻ ഒരു ഫോൺ കോളിൽ അറിയാവുന്ന കാര്യമില്ലേ? അല്ലെങ്കിൽ ഈ കഥയൊക്കെ നേരത്തെ തന്നെ അറിയാവുന്നതാണ് മലയാളിക്ക്. ഈ റെയ്ഡ് നടന്നു, അതെന്താണ് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്നല്ലേ ചോദിച്ചുള്ളൂ. അതിനെയും എന്താണ് ബാവ മൗനി എന്ന് തന്നെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ സ്വയം പറയുന്നു. ഇപ്പം മൗനിയായി പോയി, മോദിയെ കണ്ട ഈ നമ്മുടെ VD സതീശൻ സാറ് മൗനിയായി പോയി എന്നൊക്കെ പൊതുജനത്തിനും അല്ലെങ്കിൽ പ്രതിപക്ഷങ്ങൾക്കും കളിയാക്കാൻ ഒരവസരം ഈ സതീശൻ സാറായിട്ടുണ്ടാക്കി എന്ന് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അവിടെ ഈ അരിയാഹാരം കഴിക്കുന്ന മലയാളിയെ കുറ്റം പറയരുത് എന്ന് മാത്രമാണ് നമ്മുടെയും വിനീതമായ അഭിപ്രായം. എന്തായാലും വരും നാളുകൾ കേരളത്തിൻ്റെ രാഷ്ട്രീയം തിളച്ചു മറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യം നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റില്ല, ഈ 152 കോടിയിൽ പല കോടികൾ എന്ന് പറഞ്ഞാൽ ഈ 1.82 കോടി കോൺട്രാക്റ്റും ബാങ്ക് അക്കൗണ്ടും വഴിയാണ് വീണ വാങ്ങിയതെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് വഴിയല്ലാതെ കോടിക്കണക്കിന് രൂപ ക്യാഷായി വാങ്ങിയ മാന്യന്മാർ മറ്റ് കക്ഷികളിലുണ്ടെന്നും അത് വാങ്ങിയിട്ടുണ്ട് എന്ന് ഇന്ന് പോലും മുഖ്യമന്ത്രി സമ്മതിക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണ് നമ്മൾ കണ്ടത്. അത് ഞങ്ങൾ രാഷ്ട്രീയ കക്ഷികൾക്ക് അങ്ങനെ വാങ്ങാം, പക്ഷേ വീണ വിജയന് ഈ പണിയെടുത്തതിന് അല്ലെങ്കിൽ പണിയെടുത്തു എന്ന് തോന്നിക്കുന്നതിന് കാശ് വാങ്ങിയാൽ അത് വലിയ അഴിമതിയാണത്രേ. എന്നാൽ കണക്കിലൊന്നും പെടാതെ, എവിടെയും കാണിക്കാതെ, കമ്പനിയിൽ അങ്ങനെ ഒരു തുകയെ കാണിക്കാതെ വെറുതെ അങ്ങ് പണം എഴുതി കാണിച്ചാൽ അതിന് ഇവർ ഉത്തരവാദിയല്ല പോലും. കോൺഗ്രസ് ഉത്തരവാദിയല്ല, വാങ്ങിയവരാരും ഉത്തരവാദിയല്ല. പലരുടെയും പേരുണ്ട്, കുഞ്ഞാലിക്കുട്ടിയുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, ഉമ്മൻചാണ്ടി സാറുണ്ട്, സതീശൻ സാറ് തന്നെ അത് വാങ്ങിയെന്ന് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഞാൻ കേട്ടതാണ് കേട്ടോ. ഇനി എൻ്റെ കേൾവിക്ക് എന്തെങ്കിലും തകരാറ് വന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ ഈ പ്രേക്ഷകർ ഇതിനെ വിലയിരുത്തട്ടെ. രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരു സദാചാരബോധം വേണം, ഒരു ധാർമ്മികത വേണം, അതെല്ലാവർക്കും വേണമെന്ന് എല്ലാവരും വിചാരിച്ചാലേ നമ്മുടെ നാട് നന്നാവുള്ളൂ എന്ന് മാത്രം ഇവിടെ പറഞ്ഞു വെക്കട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.